വികസന കാര്യത്തിൽ അന്ധമായ രാഷ്ട്രീയ വിരോധം വച്ചു പുലർത്തേണ്ട കാര്യമില്ല. മാത്രമല്ല, വികസന അജണ്ടകൾ നടപ്പാക്കുമ്പോൾ ക്രിയാത്മക പ്രതിപക്ഷം ഭരണപക്ഷത്തിന് വലിയ പ്രയോജനം ചെയ്യും. ഇത് നമ്മുടെ രാഷ്ട്രീയ കളരിയിലെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ ഒന്നാണ്. പരസ്പരം പഴിചാരി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഏറ്റുമുട്ടുമ്പോഴും വികസന കാര്യത്തിൽ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കണം എന്ന് തന്നെയാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഒന്നാം തരം ദൃഷ്ടാന്തമാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളായ KS ശബരിനാഥ്. അദ്ദേഹം കവടിയാറിൽ സ്വന്തം ഓഫീസ് തുറന്നുകൊണ്ട്, കൗൺസിലർ ഓഫീസ് തുറന്നുകൊണ്ട് മാധ്യമങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ശബരിനാഥ് വളരെ മാന്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും മികച്ച ഒരു മാതൃകയായ ശ്രീ G കാർത്തികേയന്റെ മകനുമാണ്. അദ്ദേഹം അരുവിക്കര നിന്ന് 2 തവണ ജയിച്ച് MLA ആയതൊക്കെ നമുക്കറിയാം. മൂന്നാമത്തെ തവണ അദ്ദേഹത്തിന് പരാജയം സംഭവിച്ചു. പക്ഷേ ഇപ്പോഴിതാ അദ്ദേഹം തൻ്റെ തട്ടകം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പാർട്ടി അദ്ദേഹത്തെ അങ്ങോട്ട് നിയോഗിച്ചിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ആ പഴയ പ്രൗഢി തിരിച്ചു പിടിക്കാൻ KS ശബരിനാഥ് അങ്ങേയറ്റം പരിശ്രമിക്കുമെന്ന് തീർച്ചയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയട്ടെ എന്നും നമ്മൾ ആശംസിക്കുന്നു. ശബരിനാഥിൻ്റെ വാക്കുകളിലേക്ക്. ഇന്ന് പുതുവർഷ ദിനത്തിൽ ജനുവരി 1-ാം തീയതി കവടിയാർ വാർഡ് കൗൺസിലർ ഓഫീസ് നമ്മൾ ആരംഭിക്കുകയാണ്. കവടിയാറിൻ്റെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമായിട്ടുള്ള കവടിയാർ കൊട്ടാരത്തിനോട് ചേർന്നുള്ള സ്വാമി വിവേകാനന്ദ പാർക്ക്, ആ പാർക്കിൻ്റെ ചേർന്നുള്ള കോർപ്പറേഷൻ്റെ ഒരു ചെറിയ കുഞ്ഞു ബിൽഡിങ്ങിലാണ് നേരത്തെയും നമ്മുടെ കൗൺസിലർമാർ താൽക്കാലികമായിരുന്നത്. അപ്പോൾ ആ ബിൽഡിംഗ് ഒന്ന് മൂടി പിടിപ്പിച്ച് ഇവിടെ തന്നെ കൗൺസിലറുടെ ഓഫീസ് ഉണ്ടാകും. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ തന്നെ ധാരാളം ആളുകൾ വരുന്നുണ്ട്. പ്രാപ്യമായിട്ടുള്ള എപ്പോഴും ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു വാർഡ് ഓഫീസ് എന്നുള്ളതാണ് ഒരാഗ്രഹം. തീർച്ചയായിട്ടും ഈ വാർഡ് ഓഫീസിൽ ഞാനുണ്ടാകും. ഞാൻ ഇല്ലാത്തപ്പോൾ മറ്റാരെങ്കിലും കാണും, അല്ലെങ്കിൽ ഏത് നിമിഷവും ഏത് ആവശ്യത്തിനും ഇവിടെ വരാമെന്ന് ഒരു ഉറപ്പ് നൽകുന്നു. തീർച്ചയായിട്ടും എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾ വരണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം കവടിയാർ വാർഡിലെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ഇവിടുത്തെ ഫ്ലാറ്റിലെ അസോസിയേഷൻ ഭാരവാഹികൾ, പൗരപ്രമുഖർ, കൗൺസിലർമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ, മേയർ അടക്കം MP അടക്കം ഉള്ള ആളുകൾ വന്ന് നമ്മളൊരു നല്ല വികസന കൂട്ടായ്മ ഇവിടെ ചേംബർ ഓഫ് കൊമേഴ്സിൽ സംഘടിപ്പിച്ചിരുന്നു. ആ വികസന കൂട്ടായ്മയിൽ എല്ലാ തരത്തിലുള്ള വിഷയങ്ങൾ, നമ്മൾ നേരിടുന്ന അടിയന്തര പ്രശ്നങ്ങൾ, തെരുവുനായ ശല്യമാവട്ടെ, കുടിവെള്ളമാവട്ടെ, ഡ്രെയിനേജ് ആവട്ടെ, റോഡാവട്ടെ, ആ കാര്യങ്ങൾ തൊട്ട് ഭാവിയിലേക്കുള്ള വയോജനങ്ങളുടെ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ആ ഒരു നാളെയുടെ നല്ല കവടിയാറിന് വേണ്ടിയുള്ള കൂട്ടായ്മ ഇനി എല്ലാ 3 മാസം കൂടുമ്പോഴും നമ്മൾ കൂടി ഈ പ്രവർത്തനങ്ങൾ റിവ്യൂ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അടിയന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങൾ നൽകിക്കൊണ്ട് അതിനോടൊപ്പം പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു സമഗ്ര വികസന പദ്ധതിയാണ് നമുക്ക് മനസ്സിൽ പ്ലാനിലുള്ളത്. എല്ലാവരുടെയും എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ പുതുവത്സരാശംസകൾ.